ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഹെർബാറിയം ഉണ്ടാക്കിയാലോ. ഹെർബാറിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. വലിയ ബോട്ടിലാണ് സാധാരണഗതിയിൽ ഹെർബാറിയം ഉണ്ടാക്കുന്നത്. നമുക്കൊരു കേരള സ്റ്റൈൽ ഹെർബാറിയം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഹോമിയോ ഗുളിയൊക്കെ കിട്ടുന്ന നമ്മൾ കുഞ്ഞ് ഗ്ലാസ് ബോട്ടിലില്ലേ, അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി സൂത്രം കാണിച്ചു തരാം. നമ്മൾ ഈ ഗ്ലാസ് ബോട്ടിലിനകത്ത് വെള്ളം പിടിച്ചിട്ട് കമത്തി പിടിച്ചാൽ വെള്ളം പോകില്ല, ചരിച്ചൊന്ന് പിടിച്ചാൽ മാത്രമേ ഗ്ലാസ് ബോട്ടിലിനുള്ളിൽ നിന്ന് വെള്ളം പോകൂ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ളൊരു കേരള സ്റ്റൈൽ ഹെർബാറിയം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറക്കാം. നമ്മുടെ വീട്ടിൽ ലഭ്യമാകുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഹെർബാറിയം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഗ്രാസിൻ്റെ ഫ്ലവറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഫ്ലവർ വേണമെന്നത് ഓപ്ഷണൽ മാത്രമാണ്. കുറച്ചുകൂടെ ഭംഗി കിട്ടാൻ ഫ്ലവർ എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഗ്രാസ് എല്ലാവരുടെ വീട്ടിലും പറമ്പിലും ഒക്കെ കാണുന്ന സാധനമാണ്. ഈ ഒരു ഫ്ലവർ ആകുമ്പോൾ ഒരുപാട് നാൾ കുപ്പിക്കുള്ളിനകത്ത് ഇരിക്കും. അപ്പോൾ നമുക്ക് പിന്നീട് ആവശ്യമുള്ളത് മോസാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ഒരുപാട് പായൽ കാണും. അപ്പം പായലെടുക്കുന്ന സമയത്ത് പായലിൻ്റെ ബെഡായിട്ട് എടുക്കരുത്. കാരണം സോയിലുണ്ടെങ്കിൽ വെള്ളത്തിൽ ഡിസോൾവ് ആവും. അപ്പം ആ കുപ്പിക്കുള്ളിലെ ആ ഒരു വിസ്മയം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാവും. അപ്പം ഈ ഒരു ഗ്രീൻ കളർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പായൽ ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായിട്ടൊരു ബൗളിലോ ഗ്ലാസ് ജാറിലോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ടെറാറിയം ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ മോസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റിക്കോ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഈ ഹെർബാറിയത്തിൻ്റെ ട്രഡീഷണൽ യൂസ് ഞാൻ പറഞ്ഞു തരാം. പ്ലാന്റിൻ്റെ സ്പെസിമെൻ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ ഇറ്റലിയിൽ ഉപയോഗിച്ചിരുന്നൊരു മെത്തേഡാണ് ഹെർബാറിയം. വളരെ വലിയ ഗ്ലാസ് ജാറിലൊക്കെയാണ് അവരത് സൂക്ഷിച്ച് വെച്ചിരുന്നത്. പ്രത്യേക തരം തയ്യാറാക്കിയ ഹെർബാറിയം ഓയിലും ഹെർബാറിയൻ പ്ലാന്റ് ഗ്രാസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേണം ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ. പക്ഷേ ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കേരള സ്റ്റൈൽ ഹെർബാറിയം കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിനകത്തുള്ള ചെറിയ പെബിൾസ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്ലവർ പ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലവറും കൂടെ വെക്കുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യാം. കുഞ്ഞു കുപ്പിക്കുള്ളിലായതുകൊണ്ട് തന്നെ നമുക്കിത് ലോക്ക്ഡൗൺ കാലങ്ങളിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കാം, മറ്റുള്ളവരെ ഞെട്ടിക്കാം. ഇതുപോലുള്ള വർണ്ണ കാഴ്ചകൾ ഒരുപാട് ഈ ചാനലിലുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്ലവർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കൂടുതലാണ്. രണ്ടും ഒരേ അളവിൽ നിൽക്കുന്നതിനേക്കാളും ഭംഗിയാണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ പ്ലാന്റ് പ്ലേസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പെബിൾസ് ആഡ് ചെയ്യുന്നത്. പെബിൾസ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ മോസ് ലെയർ ആഡ് ചെയ്യും. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഭംഗിയുള്ള ഹെർബാറിയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ലിയറായിട്ട് കണ്ടതിന് ശേഷം മാത്രം ചെയ്തു നോക്കൂ. ഫ്ലവേഴ്സ് അടുത്തു പോകാതിരിക്കാൻ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മോസ് ആഡ് ചെയ്തതാണ് ഏറ്റവും ഉത്തമം. ഫ്ലവേഴ്സ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഭംഗി കൂടുതലും. ഹെർബാറിയത്തിൻ്റെ ഈ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ മോസിൽ തന്നെ കരിഞ്ഞ മോസും ഉണ്ട്, നല്ല പച്ച കളറുള്ള മോസും ഉണ്ട്. കരിഞ്ഞ മോസും കൂടെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വേറൊരു ഭംഗിയുള്ളൊരു ടെക്സ്ചർ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ രീതിക്കൊന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്കിഷ്ടമുള്ളവർക്ക് ഇതുപോലൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ കിട്ടുന്നൊരു സുഖം ഒരു വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങളുടേതായ കഴിവുകൾ നിങ്ങൾക്കൊരു കുപ്പിക്കുള്ളിൽ നിറയ്ക്കാൻ കഴിയും. അപ്പോൾ കുപ്പിക്കുള്ളിലെ വിസ്മയം ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചതിന് ശേഷം ഒന്ന് ഷേക്ക് ചെയ്തൊന്ന് കഴുകിയെടുക്കാം. കഴുകുക എന്ന് പറഞ്ഞാൽ മൊത്തം ഇളക്കി മാറ്റാനല്ല, ഒന്ന് ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും പൊടി പടലങ്ങളുണ്ടെങ്കിൽ അത് ഈ വെള്ളത്തിലൂടെ പോകും. നേരത്തെ പറഞ്ഞതുപോലെ കുപ്പി കഴുകാൻ നേരത്ത് പൊക്കി പിടിച്ചാൽ പോകത്തില്ല, ചരിച്ച് തന്നെ പിടിക്കണം. ഇനി നമുക്കിത് അടച്ച് സൂക്ഷിക്കാം. ഇതിനകത്ത് വെള്ളം മാറ്റണമെന്ന് നിർബന്ധമില്ല. ഒരാഴ്ച കൂടുമ്പോൾ വെള്ളം മാറ്റുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും ഒക്കെ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഇതുപോലൊരു ഹെർബാറിയം കൊടുത്ത് നമുക്ക് ഞെട്ടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ലോക്ക്ഡൗൺ അല്ലേ, എല്ലാവരും വീട്ടിൽ മുഷിഞ്ഞിരിക്കുക. ഇതുപോലൊരു വിസ്മയം കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാം. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ മനോഹരമായൊരു പുതിയ പ്ലാന്റ് ക്രാഫ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.